കലിയോഗം ഭാഗം 20. അർജുൻ അവിടെയുണ്ടെന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അർജുന് രംഭയെ ഇഷ്ടമല്ലെന്ന് അവന് നന്നായി അറിയാം. അതിലുപരി രംഭ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. പോയി ഫ്രഷ് ആയിട്ട് വാ, രംഭ വീണ്ടും പറഞ്ഞു. അവളുടെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിന് പിന്നിൽ എന്തോ അപകടകരമായ തീരുമാനത്തിന്റെ നിഴൽ ഉണ്ടായിരുന്നു. വിക്രം ഒന്നും പറയാതെ മുകളിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി വാതിലടച്ചതും അവൻ നേരെ ബെഡിലേക്ക് ഇരുന്നു. കൈകൊണ്ട് മുഖം അമർത്തി പിടിച്ചു. ദൈവമേ, അവൻ കണ്ണുകൾ അടച്ചു. ഇനി എന്താ നടക്കാൻ പോകുന്നത്? അവൻ ആലോചനയോടെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നെ ഫ്രഷായി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും രംഭ റെഡിയായി നിൽക്കുന്നത് കണ്ടു. പോകാം, അവൻ ചോദിച്ചു. അത് പിന്നെ ഇന്ന് തന്നെ പോണോ? അവൻ ചോദിച്ചു. പിന്നെ പോണം, എനിക്ക് കാണണം എൻ്റെ ഭാവി നാത്തൂനെയും പിന്നെ എൻ്റെ അർജുനെയും. രാവിലെ ശരിക്ക് കാണാൻ പറ്റിയില്ല. ഒരു കണ്ണടച്ചുകൊണ്ട് അവൾ കളിയോടെ പറഞ്ഞുകൊണ്ട് വാ, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വന്ന് കാറിൽ കയറി. അവൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. സ്റ്റിയറിംഗിൽ വിരലുകൾ തട്ടിക്കൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. കാറിനുള്ളിൽ മന്ദമായൊരു ഇംഗ്ലീഷ് മെലഡി പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം ചെറുതായി അവൾ പാടി. സന്തോഷത്തോടെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു രംഭ. പക്ഷെ അവളുടെ പക്കൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന വിക്രമിന്റെ മനസ്സ് അത്ര ശാന്തമായിരുന്നില്ല. അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. രംഭയുടെ അടുത്തിരുന്നിട്ടും അവന്റെ മനസ്സ് മുഴുവൻ അനന്തികയിലായിരുന്നു. നന്ദിതയുടെയും അർജുന്റെയും കാര്യം രംഭയോട് പറയണോ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണോ? പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവന് നന്നായി അറിയാം. രംഭ ഒരു സാധാരണ പെണ്ണല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ എന്തും ചെയ്യുന്നവളാണ് എന്ന് അവൻ അറിയാം. അർജുൻ നന്ദിതയെ സ്നേഹിക്കുന്നു എന്ന് അവൾ അറിഞ്ഞ നിമിഷം ആ ദേഷ്യം ആരിലേക്കായിരിക്കും തിരിയുക എന്ന് പറയാനാവില്ല. അതിൽ ഏറ്റവും ആദ്യം തകരുക തൻ്റെ ജീവിതമാകും. അനന്തിക തന്നെ വെറുക്കും. അവളെ എന്നേക്കുമായി നഷ്ടപ്പെടും. ആ ചിന്ത മാത്രം മതി വിക്രമിന്റെ നെഞ്ച് പിടഞ്ഞു പോകാൻ. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും പറയാതിരിക്കാൻ തീരുമാനിച്ചു. കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം കാറ് വിശാലമായ വലിയൊരു വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തി. ഓട്ടോമാറ്റിക് ഗേറ്റ് സെക്യൂരിറ്റി ശബ്ദത്തോടെ തുറന്നതും രംഭയുടെ കാറ് അകത്തേക്ക് കടന്നു. വീടിന്റെ മുഴുവൻ ഭാഗങ്ങളും ലൈറ്റിൽ മുങ്ങിയിരുന്നു. വലിയ പൂന്തോട്ടം, നടുവിൽ ഫൗണ്ടൻ, കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന വിശാലമായ മുറ്റം. അത് മുഴുവൻ നോക്കിക്കൊണ്ട് രംഭ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇവിടെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 5 വർഷമായിട്ടുണ്ടാവും, അല്ലേ വിക്രം? അതെ, ചെറിയൊരു മറുപടി മാത്രം അവനിൽ നിന്നും വന്നു. അപ്പോഴും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു വിക്രമിന് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. പക്ഷെ അതൊന്നും രംഭയ്ക്ക് പ്രശ്നമായിരുന്നില്ല. അവൾക്ക് അവളുടെ കാര്യങ്ങൾ മാത്രമാണ് പ്രാധാന്യം. മുറ്റത്ത് അർജുന്റെ കാറും മറ്റു 2 കാറുകളും അനന്തികയുടെ 2 വീലറും കിടക്കുന്നുണ്ടായിരുന്നു. അവ കാണുമ്പോൾ രംഭയുടെ കണ്ണുകളിൽ ഒരു തിളക്കം തെളിഞ്ഞു. അവൻ വീട്ടിലുണ്ട്, അവൾ മനസ്സിൽ പറഞ്ഞു. കാർ നിർത്തിയതും രംഭ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി. വിക്രമും പതിയെ ഇറങ്ങി. അതേസമയം മുകളിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഫോൺ എടുത്ത് നന്ദിതയെ വിളിക്കാൻ പോവുകയായിരുന്നു അർജുൻ. മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഫോൺ കാതിലേക്ക് വെക്കാനിരുന്ന നിമിഷം ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു വരുന്ന കാറ് അവന്റെ കണ്ണിൽ പെട്ടു. ആ കാറ് കണ്ടതും അതിൽ നിന്നും ഇറങ്ങുന്ന രംഭയെ കണ്ടതും അവന്റെ മുഖത്തെ പുഞ്ചിരി ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. കണ്ണുകൾ കടുപ്പമായി. ദേഷ്യം പതിയെ മുഖത്ത് നിറഞ്ഞു. ഫോൺ താഴ്ത്തി പിടിച്ചുകൊണ്ട് അവൻ കുറച്ചു നിമിഷം അവിടെ ഇരുന്നു. അവള് ഇങ്ങോട്ട് വന്നോ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. ഇനി താഴേക്ക് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ കയറി വരും. ഇഷ്ടപ്പെടാത്തതുപോലെ ചുണ്ടുകൾ ചുളുക്കിക്കൊണ്ട് അർജുൻ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. താഴെ ഹാളിൽ ന്യൂസ് കണ്ടുകൊണ്ട് ചായ കുടിച്ചിരിക്കുകയായിരുന്നു അനന്തിക. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ അകത്തേക്ക് കടന്നു വരുന്ന രംഭയെയും വിക്രമിനെയും കണ്ടു. അവരെ കണ്ടതും അവളുടെ മുഖം മാറി. വിക്രമിനെ കണ്ടതും അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവനെ കാണാനേ ഇഷ്ടമല്ലാത്തതുപോലെ. പിന്നെ രംഭയെ നോക്കി. രംഭയെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് അസ്വസ്ഥത തോന്നി. അതും അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. വിക്രമിനും രംഭയ്ക്കും അത് മനസ്സിലായില്ലെങ്കിലും രംഭ അതൊന്നും കാര്യമാക്കാതെ ഒരു ചിരി വരുത്തി അനന്തികയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കയ്യിൽ 2 വലിയ ഷോപ്പിംഗ് ബാഗുകൾ ഉണ്ടായിരുന്നു. അനന്തിക, എന്തു പറയുന്നു? സുഖാണോ? അവൾ സ്നേഹത്തോടെ ചോദിച്ചു. കുറെ നാളായാലും കണ്ടിട്ട്. നിനക്ക് യാതൊരു മാറ്റവും ഇല്ല. സംസാരത്തിനിടയിൽ അനന്തികയെ അമിതമായി പ്രശംസിച്ചും സുഖിപ്പിച്ചും കൊണ്ടിരുന്നു രംഭ. അനന്തിക വെറുപ്പോടെ കേട്ടു നിന്നു. ഇത് നിനക്കായി ഞാൻ പാരീസിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് 2 ബാഗുകൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അനന്തികയുടെ കണ്ണ് രംഭയുടെ കയ്യിലുള്ള മറ്റു 2 കവറുകളിലേക്ക് പോയി. അത് ഏട്ടനുള്ളതായിരിക്കും, അവൾ മനസ്സിൽ ചിന്തിച്ചു. ഇതും കൊണ്ടാണ് വന്നതെങ്കിൽ ഇന്നിവിടെ പൊട്ടിത്തെറി ഉറപ്പ്, അവൾ ഉള്ളിൽ പറഞ്ഞു. അപ്പോഴാണ് പടികൾ ഇറങ്ങി വരുന്ന അർജുനെ അനന്തിക കാണുന്നത്. അവളുടെ നോട്ടം മുകളിലേക്ക് പോയതും രംഭയും തിരിഞ്ഞു നോക്കി. പടികൾ ഇറങ്ങി വരുന്ന അർജുൻ. ഒരു കാവിമുണ്ടും കറുത്ത ടീഷർട്ടുമാണ് വേഷം.
വീട്ടിൽ അവൻ എപ്പോഴും അങ്ങനെയായിരുന്നു. അവന്റെ അച്ഛന്റെ ഇഷ്ടവേഷവും അതായിരുന്നു. അച്ഛനെ പോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നവനായിരുന്നു അർജുൻ. അവൻ താഴേക്ക് ഇറങ്ങി വന്നതും ആദ്യം വിക്രമിനെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ വിക്രം തല താഴ്ത്തി. പിന്നെ അർജുൻ രംഭയെ നോക്കി. ഒന്നും പറയാതെ വന്ന് സോഫയിലിരുന്നു. ഫോൺ കയ്യിൽ തന്നെയുണ്ട്. മുഖത്ത് വ്യക്തമായ അസഹിഷ്ണുത. ആനന്ദിക അവന്റെ അടുത്ത് സോഫയിൽ വന്നിരുന്നു. അർജുൻ, നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാനിന്ന് അവിടെ വന്നത്, രംഭ ആവേശത്തോടെ പറഞ്ഞു. പക്ഷെ വന്നതെന്തായാലും സന്തോഷമുള്ള കാര്യമായി. നീ ജയിച്ചതും കാണാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ദിവസമാണെന്ന് അവൾ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി സോഫയിൽ ചാരിയിരുന്നു. അവന്റെ നിശബ്ദത തന്നെ അവളോടുള്ള ദേഷ്യമായിരുന്നു. ഇത് നിനക്കായി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് രംഭ ഒരു ഷോപ്പിംഗ് ബാഗ് അവനെ നേരെ നീട്ടി. അർജുൻ അവളെ ഒരു നിമിഷം കടുപ്പത്തോടെ നോക്കി. ആ നോട്ടം കണ്ടതും രംഭയുടെ കൈയൊന്ന് വിറച്ചു. അവസാനം അവൾ ആ ബാഗ് ടീപ്പോയിലേക്ക് വെച്ചു. അവൾ നേരെ എതിർവശത്തുള്ള സോഫയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഇരുന്നു. അതേസമയം കിച്ചണിൽ നിന്ന് ചേച്ചി പുറത്തേക്ക് വന്നു. ചായ എടുക്കട്ടെ സാർ? അവർ രംഭയെയും വിക്രമിനെയും കണ്ടെങ്കിലും അവരെ നോക്കാതെ അർജുനോട് ചോദിച്ചു. എടുത്തു ചേച്ചി, നല്ല സ്ട്രോങ് കോഫി, അർജുൻ ശാന്തമായി പറഞ്ഞു. ഞങ്ങൾക്കും 2 കോഫി വേണം, പെട്ടെന്ന് ഗൗരവത്തോടെ രംഭ പറഞ്ഞു. ആ ചേച്ചി അർജുനെ നോക്കി. അർജുൻ ഒന്നും മിണ്ടാതെ ചെറുതായി കണ്ണടച്ചു. അത് സമ്മതമെന്ന പോലെ മനസ്സിലായതും അവൾ തിരിച്ച് കിച്ചണിലേക്ക് നടന്നു. ഹാളിൽ വീണ്ടും നിശബ്ദത പടർന്നു. ടിവിയിലെ ന്യൂസിന്റെ ശബ്ദം മാത്രം കേൾക്കാം. അനന്തിക ടിവിയിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അസ്വസ്ഥമായിരുന്നു. വിക്രം ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ ഒരിക്കൽ പോലും അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല. അത് വിക്രമിന്റെ നെഞ്ചിൽ വേദനയായി മാറി. അവൻ മിണ്ടാതെ അവിടെ ഇരുന്നു. സോഫയിൽ അലക്ഷ്യമായി ചാരിയിരുന്ന അർജുൻ പുറമേ ശാന്തനായി തോന്നിച്ചെങ്കിലും അവന്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും അസ്വസ്ഥതയായിരുന്നു. ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവന്റെ ഉള്ളിലെ ദേഷ്യം വ്യക്തമായിരുന്നു. രംഭയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനോട് സംസാരിക്കണം, എന്തെങ്കിലും ചോദിക്കണം. രാവിലെ നടന്ന കാര്യത്തെക്കുറിച്ച് അവൻ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയണം. പക്ഷേ മുഖം കടുപ്പിച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന അർജുനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൾക്കും വാക്കുകൾ കിട്ടിയില്ല. അവൾ കണ്ണു മാറ്റി അനന്തികയിലേക്ക് നോക്കി. അനന്തിക ടിവിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ടിവിയില് ന്യൂസ് ചാനലില് രാവിലത്തെ ആ വാർത്ത വീണ്ടും വന്നത്. സ്ക്രീനിൽ കോടതിയുടെ മുന്നിൽ അർജുന്റെ കൈ പിടിച്ചു നിൽക്കുന്ന രംഭയുടെ ചിത്രം തെളിഞ്ഞു. പ്രശസ്തനായ അഡ്വക്കേറ്റ് അർജുൻ ദേവരയുടെ വിവാഹ വാർത്തകൾ. ന്യൂസ് റീഡറുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി. അത് കേട്ട നിമിഷം രംഭയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ വിജയഭാവം നിറഞ്ഞു. അവൾ തലയുയർത്തി അർജുനെ നോക്കി. അപ്പോൾ തന്നെയായിരുന്നു അർജുൻ പതിയെ മുഖമുയർത്തി ടിവിയിലേക്ക് നോക്കിയത്. ഒരു നിമിഷം മാത്രം. അടുത്ത നിമിഷം അവന്റെ കണ്ണുകൾ നേരെ രംഭയിലേക്ക് എത്തി. ആ നോട്ടത്തിൽ അടങ്ങിയിരുന്ന ദേഷ്യം കണ്ടതും വിക്രമിന്റെ നെഞ്ച് പിടഞ്ഞു. നീ എന്തുദ്ദേശിച്ചാണ് ഇത് ചെയ്തത്? അർജുന്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. പക്ഷേ അതിനുള്ളിലെ ദേഷ്യം വ്യക്തമായിരുന്നു. രംഭ ചെറിയൊരു ചിരിയോടെ, ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അർജുൻ. അത് കേട്ടതും അർജുൻ പെട്ടെന്ന് സോഫയിൽ നിന്നും മുന്നോട്ട് ചാഞ്ഞിരുന്നു. എപ്പോഴാണ് ഞാൻ ഇനി വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞത്? അർജുന്റെ ശബ്ദത്തിൽ ഇപ്പോൾ വ്യക്തമായ അവന്റെ ദേഷ്യം നിറഞ്ഞിരുന്നു. രംഭയുടെ മുഖത്തെ പുഞ്ചിരി ഒന്ന് മങ്ങി. അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ പാരന്റ്സ് പറഞ്ഞു വെച്ചതല്ലേ. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അവൾ പറഞ്ഞതും അർജുൻ പരിഹാസത്തോടെ ചിരിച്ചു. നിനക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ വിവാഹം നടക്കുവോ? അവൻ എഴുന്നേറ്റ് നിന്നു. ഇവിടെ വിവാഹം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇഷ്ടമുണ്ടാകണം. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു തരത്തിലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം. പക്ഷേ എനിക്ക് നിന്നോട് അതിൽ 1% പോലും യാതൊരു വികാരവും ഇല്ല. പിന്നെ നീ എന്തിനാണ് ആ ഷോ മുഴുവൻ നടത്തിയത്? രംഭയുടെ മുഖം കടുപ്പമായി. അവൾക്ക് ദേഷ്യം കയറി തുടങ്ങി. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റല്ല, അവൾ അതേ വാശിയോടും ദേഷ്യത്തോടെയും പറഞ്ഞു. അർജുൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ഇന്ന് നീ നടത്തിയ ഈ ഷോ, ഈ ദിവസം നീ ഓർത്തു വെച്ചോ രംഭ. പക്ഷേ എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അന്ന് ഇന്നുള്ള ഈ സന്തോഷം നിന്റെ മുഖത്ത് ഉണ്ടാകുമോ എന്ന് നോക്കാം നമുക്ക്. ആ വാക്കുകൾ കേട്ടതും രംഭ പെട്ടെന്ന് സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഉണ്ടാകും അർജുൻ, അവൾ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു. എന്റെ സന്തോഷം ആരും ഇല്ലാതാക്കില്ല. അതില്ലാതാക്കാൻ നോക്കുന്നവരെ ഞാൻ ഇല്ലാതാക്കും. എനിക്ക് എന്റെ സന്തോഷമാണ് വലുത്. അവളുടെ ഓരോ വാക്കുകളും പല്ല് കടിച്ചുകൊണ്ട് പറയുകയായിരുന്നു. അർജുൻ പക്ഷേ അവളുടെ വാക്കുകൾക്ക് ഒരു വില പോലും കൊടുക്കാതെ അവിടെ നിന്നു. അവന്റെ നിശബ്ദത തന്നെയായിരുന്നു അവൾ കേട്ട വലിയ അപമാനം. രംഭ അവന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട്, ഇനി നിന്റെ മനസ്സിൽ
മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട അർജുൻ. നീയായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുത്തേണ്ട. അവൾ ആ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അർജുൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. അവന്റെ കൈ അവളുടെ കഴുത്തിൽ അമർന്നു. ഒരു നിമിഷം കൊണ്ട് രംഭയെ പിന്നിലേക്ക് തള്ളി നിർത്തി. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? അവൻ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ ആ അവസ്ഥയിലും രംഭ ചിരിച്ചുകൊണ്ടിരുന്നു. ആ ചിരി തന്നെയായിരുന്നു അർജുനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. എനിക്കിഷ്ടപ്പെട്ട ആളിന് എന്തെങ്കിലും സംഭവിച്ചാല് ആ ജീവന്റെ ഒപ്പം ഈ അർജുൻ ദേവരയരും മരിച്ചിരിക്കും. അർജുന്റെ ശബ്ദം വിറച്ചു. കാരണം എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവളെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ആർക്കും നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല. പക്ഷേ ഒരിക്കൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടാൽ അന്ന് അർജുൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ അതിനു മുമ്പ് നീ എന്ന ദുഷ്ടശക്തിയെ ഞാൻ ഇല്ലാതാക്കും. എന്നിട്ട് ഞാൻ പോകൂ. അവന്റെ ശബ്ദം ഹാളിൽ മുഴുവനും മുഴങ്ങി. അത് കേട്ട നിമിഷം രംഭയുടെ മുഖം പൂർണ്ണമായിട്ടും മാറി. കണ്ണുകളിൽ തീ പടർന്നു. അപ്പോ നിന്റെ മനസ്സിൽ ശരിക്കും ആരോ ഉണ്ടല്ലേ? അവൾ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ ഒരു നിമിഷം പോലും മടിച്ചില്ല. അവന്റെ സ്വന്തം നെഞ്ചിലേക്ക് കൈവച്ചു. ഉണ്ട്. ഈ ഹൃദയം ഇടിക്കുന്നത് പോലും ഇപ്പോൾ അവൾക്ക് വേണ്ടിയാണ്. ആ വാക്കുകൾ കേട്ടതും രംഭയുടെ നിയന്ത്രണം വിട്ടു. ഡാ! അവൾ അവന്റെ ടീഷർട്ടിന്റെ കോളറിൽ പിടിച്ചു. അടുത്ത നിമിഷം അർജുൻ അവളെ ശക്തമായി തള്ളി. രംഭ സോഫയിലേക്ക് വീണു. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു ഭ്രാന്തൻ ഭാവങ്ങൾ ആയിരുന്നു. അത് കണ്ടതും വിക്രമിന്റെ ശരീരം മുഴുവൻ വിറച്ചു. ചേച്ചി മതി! അവൻ അവളെ പിടിക്കാൻ മുന്നോട്ട് ചെന്നതും പക്ഷേ രംഭ പെട്ടെന്ന് തന്നെ കൈ കുടഞ്ഞ് അവന്റെ കവളിൽ ആഞ്ഞടിച്ചു. വിക്രം പിന്നിലേക്ക് തെറിച്ചു വീണു. അത് കണ്ട അനന്തിക പേടിച്ചു നിന്നു. ഹാളിൽ ഒരു നിമിഷം മരവിപ്പ് പടർന്നു. പോ! അർജുൻ വിക്രമിനെ നോക്കി അലറി. ഇവളെ വിളിച്ചോണ്ട് പോടാ! വിക്രം എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ രംഭ വീണ്ടും അർജുനിലേക്ക് എത്തി. നീ ഇപ്പൊ പറഞ്ഞില്ലേ നീ ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്ന്? അവൾ ചിരിച്ചു. ആ ചിരിയിൽ ഭ്രാന്ത് നിറഞ്ഞിരുന്നു. അർജുൻ അവളുടെ നേരെ നോക്കി നിന്നു. അതെ, അവൻ ശബ്ദമുയർത്തി പറഞ്ഞു. ഞാൻ ഒരാളെ പ്രണയിക്കുന്നു. എന്റെ ജീവനേക്കാൾ കൂടുതൽ പ്രണയിക്കുന്നു. ഒരു താലിച്ചരടിന്റെ കുറവ് മാത്രമേ ഇപ്പോൾ അവൾക്കുള്ളൂ. ബാക്കി എല്ലാ രീതിയിലും അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ പെണ്ണാണ്. ആ വാക്കുകൾ ഹാളിൽ മുഴങ്ങി. രംഭയുടെ കണ്ണുകൾ കത്തുകയായിരുന്നു. അവൾ പെട്ടെന്ന് ടീപ്പോയിലുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം തട്ടിയെറിഞ്ഞു. ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുന്ന ശബ്ദം ഹാളിൽ മുഴങ്ങി. അടുത്ത നിമിഷം അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഇത് നശിപ്പിക്കാൻ നിന്റെ അച്ഛനുണ്ടാക്കിയതോ അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയതോ അല്ല ഇതൊന്നും. ഞങ്ങളുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചാ ഒരു പരാതി കൊടുത്താൽ മതി. പിന്നെ നീ പുറം ലോകം കാണണമെങ്കിൽ പോലും ഞാൻ വിചാരിക്കണം. മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ അല്ല ഇവിടെ നിൽക്കുന്നത്. അർജുൻ ദേവരയിലാണ്. അവൻ അവളുടെ കൈ ശക്തമായി കുടഞ്ഞെറിഞ്ഞു. ഇറങ്ങിപ്പോ! ദേഷ്യത്തിൽ അവൻ അലറി. പക്ഷേ രംഭ വീണ്ടും അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇപ്പോ അവളുടെ മുഖത്ത് മുഴുവൻ ഭ്രാന്ത് നിറഞ്ഞിരുന്നു. നീ പറഞ്ഞല്ലോ നീ അങ്ങനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ കണ്ണുകൾ അനന്തികയിലേക്ക് ഒരു നിമിഷം നീങ്ങി. അങ്ങനെ ഒരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവൾ ആയുസ് കുറഞ്ഞു തുടങ്ങി എന്നർത്ഥം. അവളുടെ കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രംഭ അനന്തികയെ ഒരു വല്ലാത്ത നോട്ടത്തിൽ നോക്കി. അനന്തികയുടെ ശരീരം മുഴുവൻ പേടിയിൽ വിറച്ചു. അടുത്ത നിമിഷം രംഭ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. വിക്രം ഞെട്ടലോടെ അർജുനെയും അനന്തികയെയും നോക്കി. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ നേർക്കുനേർ നിൽക്കുന്ന ആ കാഴ്ച ഒരു യുദ്ധത്തിന്റെ തുടക്കമെന്ന പോലെ തോന്നി അവന്. ഭയത്തോടെ അവനും വേഗം രംഭയുടെ പിന്നാലെ പുറത്തേക്കോടി. ഹായ്, ഇവിടെ നല്ല മഴയാണേ. വോയിസിലെല്ലാം മഴയുടെ ശബ്ദം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നല്ല ഇടിവെട്ടുമുണ്ട്. എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ഇന്ന് 3 സ്റ്റോറി ഞാൻ തന്നിട്ടുണ്ടേ. അപ്പോൾ ബൈ.